ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വയനാട് ദുരന്ത സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ആശുപത്രി സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൊച്ചുകുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടലിൽ പരിക്കേറ്റു മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നൈസ എന്ന പെൺകുട്ടിയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ആ ചിത്രത്തിലുള്ളത്. ദുരന്തബാധിതരെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. ഇതിനിടയിലാണ് നൈസയെയും ഉമ്മ ജസീലയെയും സന്ദർശിച്ചത്. ഇവരോട് സംസാരിക്കുന്നതിനിടയിലാണ് ഈ ചിത്രം ആരോ പകർത്തിയത്. ചെളിയിൽ പൂണ്ടുകിടന്ന നൈസ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ സന്ദർശനത്തിനു ശേഷം സംസാരിക്കവേ 1979 ഗുജറാത്ത് മോർബി ഡാം ദുരന്തം ഓർത്തെടുത്തും അദ്ദേഹം സംസാരിച്ചു. താനും ഒരു ദുരന്തത്തെ നേരിടുകയും അടുത്തുനിന്ന് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് കളക്ടറേറ്റിൽ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും ഒരു ദുരന്തത്തെ അടുത്തുനിന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 45-47 വർഷം മുമ്പായിരുന്നു സംഭവം. മോർബിയിൽ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. കനത്ത മഴയിൽ ഡാം പൂർണ്ണമായും നശിച്ചു. ഇതേ തുടർന്ന് നഗരത്തിൽ വെള്ളം കയറി. 2500ഓളം ജനങ്ങളാണ് മരിച്ചത്. മോദി ഓർത്തെടുത്തു. അതേസമയം ഒരു 3 മണിയോടുകൂടി മോദി ഡൽഹിക്ക് പോവുകയും ചെയ്തു. ആശുപത്രിയിലുള്ള സന്ദർശനത്തിനിടെ കേന്ദ്ര സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടാവുമെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ദുരന്തത്തിലെ അതിജീവിതർക്കൊപ്പമാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സഹായിക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട്. വയനാട് ദുരന്തത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ച് അദ്ദേഹം രംഗത്തെത്തി. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടം ഉണ്ടായി, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെടെ മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത്. ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ അവലോകന റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു. പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി കൈമാറുകയും ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു. അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ 9 പേരെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു.